السلام عليكم ورحمة الله وبركاته. مرحبا بكم إلى حلقة جديدة في UGC NET العربية. UGC NET അറബിക്കിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിറ്റ് 1 അശ്ശഅറുൽ അറബി ഹത്തൽ അസ്റിൽ അബ്ബാസി, അബ്ബാസി കാലഘട്ടം വരെയുള്ള അറബി കവിത. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ മുഅല്ലഖാത്ത് വ ശുഅറാഉഹ, അറബി സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട മുഅല്ലഖാത്തിനെ കുറിച്ചും അതെഴുതിയ കവികളെക്കുറിച്ചുമാണ്. അൽ മുഅല്ലഖാത്ത് ഹിയ അഷ്ഹറു മാ കതബൽ അറബ് ഫി ശഅറിൽ അറബി, അറബി കവിതയിൽ അറബികൾ രചിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് അൽ മുഅല്ലഖാത്ത്. ഹമ്മാദുർ റാവിയ അവ്വലു മൻ ജമഅൽ ഖസായിദ സബഅ വസമ്മാഹ ബിൽ മുഅല്ലഖാത്ത്. ഹമ്മാദ് റാവിയയാണ് 7 കവിതാ സമാഹാരങ്ങൾ ഒരുമിച്ച് കൂട്ടി അതിന് മുഅല്ലഖാത്ത് എന്ന് ആദ്യമായി പേര് നൽകിയത്. ആദ്യമായി ഇംറുഉൽ ഖൈസ്. ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബിൻ വമൻസിലി ബിസിഖ്തിൽ ലിവ ബൈന ദഖൂലി ഫഹൗമലി എന്ന വിഖ്യാതമായ കവിത കൊണ്ട് പ്രസിദ്ധനായ ഇംറുഉൽ ഖൈസ്. ഇംറുഉൽ ഖൈസിനെ കുറിച്ച് വിശദമായി പരിചയപ്പെടാം. 501 മുതൽ 540 വരെയാണ് അദ്ദേഹം ജീവിച്ചത്. നജ്ദിൽ 501 ജനിക്കുകയും അങ്ഖറയിൽ 540 മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് അബുൽ ഹാരിസ് ജുന്ദഹ് ബിൻ ഹുജർ അൽ കിന്ദി. അമീറു ഷുഅറ അൽ അസ്റിൽ ജാഹിലി, ജാഹിലിയ കാലത്ത് അമീറു ഷുഅറ എന്നറിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരുകളാണ് ദുൽ ഖുറൂഹ്, അൽ മലിക്കുൽ ദലീൽ. തൻ്റെ രാജപദവികളെല്ലാം ഉപേക്ഷിച്ച് പിതാവിൻ്റെ പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് കാരണത്താലാണ് അൽ മലിക്കുൽ ദലീൽ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. രോഗം ബാധിച്ച് ശരീരമാസകലം വ്രണങ്ങൾ രൂപപ്പെട്ടതിനാലാണ് ദുൽ ഖുറൂഹ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് വന്നത്. അബൂഹു ഹുജുറുബ്നുൽ ഹാരിസ് ആഖിറു മുലൂക്കി ബനി അസദ് വ ഗത്ഫാൻ, ബനി അസദിൻ്റെയും ഗത്ഫാൻ്റെയും അവസാനത്തെ രാജാവായിരുന്ന ഹുജുറുബ്നുൽ ഹാരിസ് ആണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അവ്വലു ശഅരിൻ ഉല്ലിഖ ഫിൽ ജാഹിലിയ ഹുവ ശഅറുഹു, ജാഹിലിയ കാലത്ത് ഏറ്റവും ആദ്യമായി മുഅല്ലഖാത്തിൽ ഇടം പിടിച്ച കവിത ഇദ്ദേഹത്തിൻ്റെതാണ്. മുഅല്ലഖത്തുഹു അലൽ ബഹരി ത്വവീൽ, ത്വവീൽ എന്ന ബഹർ വെച്ചിട്ടാണ് ഇദ്ദേഹം തൻ്റെ മുഅല്ലഖത്ത് രചിച്ചിട്ടുള്ളത്. 80ഓളം ബൈത്തുകളാണ് അതിലടങ്ങിയിട്ടുള്ളത്. ഇസ്തഹറ ബി ലഖബി ഇംറിഇൽ ഖൈസ് വ മഅനാഹു റജുലു ഷിദ്ദ, ശക്തനായ മനുഷ്യൻ എന്ന അർത്ഥം വരുന്ന ഇംറുഉൽ ഖൈസ് എന്ന ലഖബിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അവ്വലു മൻ അജാദ ഫി തശ്ബീഹിൻ നിസാഇ ബിൽ ളിബാ വ ബുകാഇ ദിയാർ, സ്ത്രീകളെ മാൻപേടകളുമായി ഉപമിക്കുന്നതിലും പ്രണയിനികളുടെ ആളൊഴിഞ്ഞ വീട് നോക്കി വിലാപകാവ്യം ആലപിക്കുന്നതിലും ഇദ്ദേഹം അഗ്രഗണ്യനായി അറിയപ്പെട്ടു. കാന ദീനുഹുൽ വസനിയ ലാക്കിൻ ലം യകുൻ മുഖ്ലിസൻ ലഹ, അദ്ദേഹം ബിംബാരാധകനായിരുന്നുവെങ്കിലും അദ്ദേഹം അതിനോട് ആത്മാർത്ഥത പുലർത്തിയിരുന്നില്ല. ഉരിഫ ബി ദിൽ ഖുറുഹ് ലി ഇസാബത്തിഹി ബിൽ ജുദ്രി വമാത ബിസബബി ഹാദൽ മറദ്, അദ്ദേഹത്തിനെ ബാധിച്ച വസൂരി കാരണത്താലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അത് കാരണത്താലുണ്ടായ മുറിവുകൾ കാരണത്താലാണ് ദിൽ ഖുറൂഹ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇൻദമാ ഖുതില വാലിദുഹു ഖാൽ, അദ്ദേഹത്തിൻ്റെ പിതാവ് കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്ന വാക്ക് പ്രസിദ്ധമാണ്. റഹിമല്ലാഹു അബി, എൻ്റെ പിതാവിനോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. ലയ്യാനി സഗീറൻ, ചെറുപ്പത്തിൽ അദ്ദേഹം എന്നെ ഒഴിവാക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി. വഹമ്മലനി ദമഹു കബീറൻ, ഞാൻ വളർന്നു വലുതായപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തം എന്നെ ഏൽപ്പിച്ച് അദ്ദേഹം പോയിരിക്കുന്നു. ലാ സഹ്വൽ യൗം വലാ സക്ര ഗദൻ, ഇന്ന് എനിക്ക് ബോധമില്ല, നാളെ കള്ളുമില്ല. അൽ യൗമ ഖംറുൻ വഗദൻ അംറുൻ, ഇന്ന് കള്ളാണ് നാളെ കാര്യമാണ് എന്ന അദ്ദേഹത്തിൻ്റെ വാക്ക് പിന്നീട് പഴഞ്ചൊല്ലായി അറബികൾക്കിടയിൽ പ്രചരിച്ചു. മുഅല്ലഖാത്തിൽ രണ്ടാമതായി അറിയപ്പെടുന്നത് ത്വറഫത്ത് ബിനുൽ അബ്ദിൻ്റെ മുഅല്ലഖയാണ്. സതുബ്ദി ലക്കൽ അയ്യാമു മാ കുൻത ജാഹിലൻ വയഅതീക ബിൽ അഖ്ബാരി മൻ ലം തസവ്വദി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി ആവർത്തിച്ചു പാടാറുണ്ടായിരുന്ന ഈ പദ്യം ത്വറഫത്ത് ബിനുൽ അബ്ദിൻ്റേതാണ്. അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി പഠിക്കാം. 543 മുതൽ 569 വരെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഉലിദ ഫി ഖറിയത്തിൽ മാലിക്കിയ ഫിൽ ബഹ്റൈൻ, ബഹ്റൈനിലെ മാലിക്കിയ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് 543. 569 അദ്ദേഹം വധിക്കപ്പെടുകയാണുണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരാണ് അമ്രു ബിനുൽ ആബദ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് ത്വറഫ. ബനു ബക്കർ ഗോത്രത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം. അഷ്ആറു ശുഅറ ബഅദ ഇംറിഇൽ ഖൈസ്, ഇംറുഉൽ ഖൈസിന് ശേഷം അഷ്ആറു ശുഅറ എന്നറിയപ്പെടുന്ന രണ്ടാം സ്ഥാനക്കാരനാണ് ഇദ്ദേഹം.
ഖുതില ബിസബബി ഹജാഇഹി ലിഅംർ ഇബ്നുൽ ഹിന്ദ് മലിക്കുൽ ഹീറ. ഹീറയിലെ രാജാവായ അംർ ഇബ്നുൽ ഹിന്ദിനെ കുറിച്ച് പരിഹാസകാവ്യം പാടിയത് കാരണത്താലാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. ആഷ 26 സന ഫഖത്ത് ലിഹാദ ഉരിഫ ബിസ്മിൽ ഗുലാമിൽ ഖതീൽ. അദ്ദേഹത്തിൻ്റെ 26ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വധിക്കപ്പെടുന്നത്. അത് കാരണത്താൽ അൽ ഗുലാമുൽ ഖതീൽ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടാറുണ്ട്. മഅറൂഫ് ബിഷായിരിൽ ഹജ്ജ, പരിഹാസ കവി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. മാത അബൂഹു ഫി സിഗരി വ അമാമുഹു അസാഉ ഫി തർബിയത്തി. അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. തൻ്റെ എളാപ്പമാരുടെ സംരക്ഷണത്തിലാണ് വളർന്നതെങ്കിലും അവർ തന്നെ വേണ്ട രൂപത്തിൽ പരിപാലിച്ചിരുന്നില്ല. മുഅല്ലഖതുഹു ദാലിയത്തുൻ അല ബഹ്രി ത്വവീൽ. ദാലുകൊണ്ട് അവസാനിക്കുന്ന ത്വവീൽ എന്ന ബഹ്റിലുള്ള മുഅല്ലഖയാണ് അദ്ദേഹം രചിച്ചത്. 104 ബൈത്തുകളാണ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖയിലുള്ളത്. ശുക്രൻ അല ദഅം മഅ സലാമ.